വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ദ യെല്ലോ വാൾപേപ്പർ ബൈ ഷാർലോട്ട് പെർക്കിൻസ് ഗിൽമാൻ എന്ന വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ദ യെല്ലോ വാൾപേപ്പറിൻ്റെ മെയിൻ തീം എന്നുള്ളത് മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹാം കോസ്ഡ് ബൈ ദ ലിമിറ്റഡ് റോൾ വുമൺ. ആ ഒരു ലിമിറ്റഡ് റോൾ വുമൺ were allowed to play in society and their own families during the Victorian era. ഈ ഒരു അൺനെയിംഡ് ആയിട്ടുള്ള നറേറ്റർ is not allowed self-expression, autonomy or a voice in her marriage. 19th സെഞ്ച്വറിയിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ദെൻ കോൾഡ് നെർവസ് ഡിപ്രഷനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് പറയുന്നുള്ളത് റെസ്റ്റ് ക്യൂർ എന്നാണ് പറയുന്നുള്ളത്. ആ ഒരു റെസ്റ്റ് ക്യൂർ ആർക്കെന്ന് വെച്ചാൽ ഐസൊലേറ്റിംഗ് എ വുമൺ, ഐസൊലേറ്റിംഗ് ആയിട്ടുള്ള ഒരു വുമണിന് വേണ്ടിയിട്ടാണ് ആ ഒരു റെസ്റ്റ് ക്യൂർ പറയുന്നുള്ളത്. ആ ഒരു വുമണോ സൊസൈറ്റിയൽ ഡ്യൂട്ടീസിൽ നിന്നും ഫോഴ്സിങ് ഹെർ ഇൻ ടു ഇനാക്ടിവിറ്റി, ഈ ഒരു ഇനാക്ടിവിറ്റിയിൽ നിന്നൊക്കെയുള്ള ആ ഒരു ഐസൊലേറ്റിംഗ് ആയിട്ടുള്ള വുമണിനെയാണ് ഈ ഒരു റെസ്റ്റ് ക്യൂർ ലഭിക്കുന്നുള്ളത്. ദ യെല്ലോ വാൾപേപ്പർ എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി മുഴുവനായിട്ടും ഈ ഒരു ഓഥർ പറയുന്നുള്ളത് അവളുടെ ഓൺ എക്സ്പീരിയൻസ് ആണ്. എന്ത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വിത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആൻഡ് ദ റെസ്റ്റ് ക്യൂർ ട്രീറ്റ്മെൻറ്റ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെയും റെസ്റ്റ് ക്യൂർ ട്രീറ്റ്മെൻറ്റിൻ്റെയും അവളുടെ ഓൺ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഈ ഒരു ഓഥർ എന്നുള്ളത്. ഈ ഒരു യെല്ലോ വാൾപേപ്പർ എന്ന ഷോർട്ട് സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വുമൺ ആൻഡ് ദ സ്റ്റിഗ്മ സറൗണ്ടിങ് മെൻ്റൽ ഹെൽത്ത്. പക്ഷേ ഈ ഒരു ഓഥറിൻ്റെ ഹസ്ബൻഡ് പറയുന്നുള്ളത് ഒരു അഗ്ലി യെല്ലോ വാൾപേപ്പറുള്ള ഒരു റൂമിൽ സ്റ്റേ ചെയ്യാനാണ് പറയുന്നുള്ളത്. പക്ഷേ നെറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ആ ഒരു യെല്ലോ വാൾപേപ്പറുമായിട്ട് ഒബ്സസ്ഡ് ആണ്. അവൾ വിശ്വസിക്കുന്നുള്ളത് വുമൺ ട്രാപ്പ്ഡ് ബിഹൈൻഡ് ഇറ്റ് എന്നാണ് അവൾ വിശ്വസിക്കുന്നുള്ളത്. ഏർലി റീഡേഴ്സ് ജനറലി ഓവർലുക്ക് ചെയ്യുന്നുള്ളത് സ്റ്റോറീസ് സോഷ്യൽ കമാൻഡറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫ് വുമണിനെ പറ്റിയിട്ടാണ് ഓവർലുക്ക് ചെയ്യുന്നുള്ളത്. എങ്ങനെ ഇരുന്നാലും ഈ ഒരു ഓഥറിൻ്റെ ഡെപ്പിക്ഷൻ പറയുന്നുള്ളത് വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മാഡ്നെസ്സിലേക്കാണ് പോകുന്നുള്ളത് എന്നത് ഒരു ഏർലി എക്സാമ്പിൾ ഓഫ് എംപവേർഡ് ഫീമെയിൽ വോയിസ്. ആ ഒരു എംപവേർഡ് ഫീമെയിൽ വോയിസ് ദാറ്റ് ഗീവ്സ് ടെസ്റ്റിമോണി ടു ദ ഹൊറോസ് ഓഫ് ഫീമെയിൽ കണ്ടീഷൻ. ഫീമെയിൽ കണ്ടീഷൻ്റെ ഹൊറോസിന് ടെസ്റ്റിമോണി നൽകുകയാണ് ആ ഒരു എംപവേർഡ് ഫീമെയിൽ വോയിസ് ചെയ്യുന്നുള്ളത് എന്നതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു വുമൺ പെട്ടെന്ന് മാഡ്നെസ്സിലേക്ക് ഇറങ്ങുന്നുള്ളത് എന്നതാണ് ഓഥർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഇൽനെസ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ സെൻട്രൽ തീം എന്നുള്ളത് മെൻ്റൽ ഇൽനെസ്സാണ്. ഈ ഒരു മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ലൈറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറിയിൽ ടാബു ടോപ്പിക്കാണ് ആ ഒരു സമയത്ത് മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് മെൻ്റൽ ഇൽനെസ്സും ആ ഒരു കാലഘട്ടത്തിൽ മെൻ്റൽ ഇൽനെസ്സിനും ഇമോഷണൽ ഡിസ്ട്രെസ് എന്നല്ല പറയുന്നത് പലപ്പോഴും സൊസൈറ്റിയിൽ അബ്യൂസറും മിസ്അണ്ടർസ്റ്റുഡും ആണ്. അൺനെയിംഡ് നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ നിന്ന് സഫർ ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. റാദർ ദാൻ അഡ്രസ്സിങ് ദിസ് ഇൽനെസ്, ഈ ഒരു ഇൽനെസ് അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹസ്ബൻഡ് ബിലീവ് ചെയ്തിട്ടുള്ളത് റെസ്റ്റ് ക്യൂറാണ് ബെസ്റ്റ് ക്യൂർ എന്ന കാര്യമാണ്. ഇൻ ദ കേസ് ഓഫ് ദ അൺനെയിംഡ് നറേറ്റർ, ദ ഐസൊലേഷൻ, ലോസ് ഓഫ് കൺട്രോൾ, ബോർഡം കോസ് ഹെർ ടു ഗ്രാജ്വലി, ഇതൊക്കെ കാരണമായിട്ട് അവൾ മാഡ്നെസ്സിലേക്ക് പോയി എന്നാണ് ഈ ഒരു അൺനെയിംഡ് നറേറ്ററിനെ പറ്റി പറയുന്നുള്ളത്. ഐസൊലേഷനും ലോസ് ഓഫ് കൺട്രോളും ബോർഡമൊക്കെ കാരണമായിട്ട് മാഡ്നെസ്സിലേക്കാണ് ആ ഒരു അൺനെയിംഡ് റൈറ്റർ പോയിട്ടുള്ളത്. ദ യെല്ലോ വാൾപേപ്പറിൽ മുഴുവനായിട്ടും ഗിൽമാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഔട്ട്വേർഡ് അപ്പിയറൻസസ് ആൻഡ് ഇൻവാർഡ് തോട്ട്സ് ആസ് മെയിൽ ക്യാരക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി ഫെയിൽ ടു സീ ദ റിച്ച് ഇന്നർ വേൾഡ് ഓഫ് ദ ഫീമെയിൽ നറേറ്റർ. ഫീമെയിൽ നറേറ്ററിൻ്റെ റിച്ച് ഇന്നർ വേൾഡ് കാണുന്ന കാര്യത്തിൽ എപ്പോഴും മെയിൽ ക്യാരക്ടേഴ്സിൻ്റെ തോട്ട്സ് ഫ്രീക്വൻ്റ്ലി ഫെയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഔട്ട്വേർഡ് അപ്പിയറൻസും തമ്മിലുള്ള ആ ഒരു വ്യത്യസ്തതയെ പറ്റിയിട്ട് ഗിൽമാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിവാഹ പരിമിതികൾ, മാറ്റർ കൺസ്ട്രെയിൻസ് പറയുന്നുള്ളത് അവൾക്കൊരു സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ്, അവളുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ടുള്ള സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതിനെ തടഞ്ഞു. വൈവാഹിക പരിമിതികൾ, മാറ്റൽ കൺസ്ട്രെയിൻസ് പറയുന്നുള്ളത് അവൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ളത് വുമണിനെ പറ്റിയിട്ടാണല്ലോ.
ഈ ഒരു വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബെഡ്റൂമിൽ ഇരുന്നിട്ട് ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങിയിട്ട് അതുപോലെ തന്നെ ആ ഒരു യെല്ലോ വാൾപേപ്പറിൽ ഒബ്സസ് ചെയ്യാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ആ ഒരു യെല്ലോ വാൾപേപ്പർ കവേർഡ് ആയിട്ടുള്ള ആ വാൾ നോക്കിയിട്ടിരിക്കാനാണ് തുടങ്ങുന്നുള്ളത്. അവൾ പറയുന്നത് എന്ത് വെച്ചാൽ ആ ഒരു യെല്ലോ വാൾപേപ്പർ നോക്കുന്ന സമയത്ത് ഒരു ഫിഗർ അവൾ കാണുന്നുണ്ട്. ആ ഒരു ഫിഗറിൽ അവളെ തന്നെയാണ് കാണുന്നുള്ളത് എന്നൊക്കെയാണ് ഈ ഒരു വുമൺ പറയുന്നുള്ളത്. The way the woman in the wallpaper was trapped behind the bars and the way she smudged her face trying to escape the room. ആ ഒരു റൂമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്നായിരുന്നു ആ ഒരു വുമൻ്റെ ആഗ്രഹം എന്നുള്ളത്. The significance of the setting that the story takes place is very important. ഒരു സ്റ്റോറി എടുക്കുന്ന സമയത്ത് പ്ലേസാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു. ദ റൂം ഇറ്റ് സെൽഫ് വാസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് റൂം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു റൂം എന്നുള്ളത് ബെഡ് സിറ്റിംഗ് റൂമാണ് ആ ഒരു വുമൻ്റെ. ആ ഒരു വുമൺ ആ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടാണ് ചെയ്യുന്നുള്ളത്. ആ ഒരു വാൾപേപ്പറിൽ തന്നെ നോക്കിയിരിക്കുക എന്നുള്ളത് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റൂം എന്നുള്ളത് ഒരിക്കലും റെഗുലർലി ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു റൂം എന്നുള്ളത് പ്രിസൺ എന്നാണ് നറേറ്റർ പറയുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു വാൾപേപ്പറായിട്ട് ഒബ്സസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഫാക്റ്റ് എന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്താൽ അത് ഇനിയും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും.